ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയപ്പം എൻ്റെ ശ്രദ്ധയിലേക്ക് വന്നൊരു പദം ജസീല മാടശ്ശേരി എന്ന് പറയുന്നൊരു പെൺകുട്ടി. എനിക്കറിയാം പെൺകുട്ടിയെ. പിന്നെ അവൾ പണ്ടൊരു മതവിശ്വാസിയായിരുന്നു. ഒരു മുസ്ലിം വിശ്വാസിയെ ജീവിതത്തെങ്കിൽ ഇത്രയും സന്തോഷം സമാധാനം കിട്ടില്ലായിരുന്നു എന്നുള്ളൊരു വചനം പല ഗ്രൂപ്പുകളിലും ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ആ പെൺകുട്ടിയെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അവൾ അന്ന് വിശ്വാസിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. വിശ്വാസിയായിരുന്നൊരു കാലഘട്ടത്തിൽ എൻ്റെ അടുത്ത് വന്നൊരവസ്ഥ എനിക്ക് വളരെ ചിരി തൂകി വളരെ സന്തോഷത്തോടെ അവളുടെ ഫാദറും മദറും ഒക്കെ വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ഫാമിലി അറ്റ്മോസ്ഫിയറിൽ വന്നൊരാളെ കണ്ടു കഴിഞ്ഞാൽ വളരെ സന്തോഷവതിയും ഹാപ്പിയുമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷേ പിന്നീട് അവർ വിശ്വാസം ഉപേക്ഷിച്ച ശേഷവും ഞാൻ പലപ്പോഴായി സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ അവർ വളരെ ദേഷ്യഭാവത്തിൽ ഒക്കെ ഇങ്ങനെ പറയും. ഇത് രണ്ടും ഒരുപക്ഷെ നമ്മൾ കാണുന്നതായിരിക്കില്ല ഒരാളുടെ ഉള്ളിലുണ്ടാവുക എന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട് നമ്മൾ. അവൾ അന്ന് ഹാപ്പി ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നീട് കണ്ട കാലഘട്ടത്തിൽ അവൾ ഹാപ്പിനെസ് കുറഞ്ഞു എന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ആ പെൺകുട്ടി പറയുന്നത് നേരെ വിപരീതമാണ്. പക്ഷേ പറയുന്നത് അവൾ ഓരോ വ്യക്തികൾക്കും ആണല്ലോ അവരെ കാര്യങ്ങൾ അറിയാം. പക്ഷേ ഇതിനേക്കാൾ ഉപരി ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് മതവിശ്വാസം മനുഷ്യന് സമാധാനം നൽകാത്തത്? മതവിശ്വാസം പറയുന്നു സമാധാനം എന്ന ഒന്ന് നിങ്ങളുടെ ആരാധനയുടെയും കർമ്മയിലൂടെയും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തെ പുനഃപരിശോധിക്കണം. ഒരു വിശ്വാസി പേരിലോ അല്ലെങ്കിൽ അവർ കാണിക്കുന്ന വൈകാരികതയിലോ അല്ല വിശ്വാസം തെളിയിക്കേണ്ടത്. അവർക്ക് ലഭിക്കുന്ന ഫലത്തിലാണ്, കർമ്മഫലത്തിലാണ്. കർമ്മത്തെക്കാളും കർമ്മഫലത്തിലാണ്. സമാധാനം ലഭിച്ചിട്ടില്ലെങ്കിൽ ആ വിശ്വാസത്തിൻ്റെ തോത് ശരിയായ രീതിയിലായിട്ടില്ല എന്ന് വേണം വിലയിരുത്താൻ. മനസ്സിലായില്ലേ? വിശ്വാസിയാണെങ്കിൽ അവർക്ക് സമാധാനം ഉണ്ടാവണം. അവരൊരു കാര്യത്തിൽ അസ്വസ്ഥരാവാൻ പാടില്ല, ഭയം അവർക്കുണ്ടാവാൻ പാടില്ല. അത് ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും. കാരണം എല്ലാ മതങ്ങളും മനുഷ്യൻ്റെ എക്സിസ്റ്റൻസിൽ, മനുഷ്യൻ നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ അവൻ്റെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യത്തിന് സന്തുലിതമാവുന്ന രീതിയിലാണ് പല കാര്യങ്ങളും. നമുക്കന്നറിയാം യോഗാശാസ്ത്രം, അത് മതങ്ങളുടെ പ്രൊഡക്റ്റാണ്. ഇന്ന് 5 നേരത്തെ നമസ്കാരം വളരെ നല്ലതാണ്. 5 നേരം നമ്മൾ കൈകാലുകൾ വൃത്തിയാക്കുന്നു, കോൾഡ് വാട്ടർ തെറാപ്പി ഉണ്ടാവുന്നു, മാനസികമായിട്ട് പാരാസിമ്പത്തറ്റിക് സെൻറ്റേഴ്സ് ആക്ടിവേറ്റ് ആവുന്നു. അതിൽ ചെല്ലുന്ന മന്ത്രങ്ങൾ നമ്മൾ നോക്കുക, സുപ്രഭാതത്തിൽ നമ്മൾ ചെല്ലുന്ന പ്രാർത്ഥനകൾ അല്ലേ, സൂര്യ നമസ്കാരം, അല്ലെങ്കിൽ 5 നേരത്തെ നമസ്കാരങ്ങളിലാണെങ്കിൽ ആ ഒരു നമസ്കാരം പിരിയുന്ന നാളത്ത് പോലും നമ്മൾ ലോകത്തോട് സമാധാനവും ശാന്തിയും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അത് ഉള്ളിലേക്ക് നമ്മൾ സമാധാനത്തെയും ശാന്തിയെയും ആർജിച്ചെടുത്ത് അത് ഉണ്ടാവട്ടെ എന്നാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പെൺകുട്ടിക്കൊക്കെ അവൾ നല്ല വിശ്വാസിയായിരുന്നപ്പോൾ സമാധാനം കിട്ടാതായി പോയത്? കാരണം ഇതിൻ്റെ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിലൂടെ ഇതിനെ ചിന്തിച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളിത് പൊളിറ്റിക്കൽ വേയിൽ നമുക്കറിയാം, ഏതൊരു മതത്തിലും നിർബന്ധമായും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ കാര്യത്തിലല്ല ഇവിടെ തർക്കങ്ങൾ നടക്കുന്നത്. ഇപ്പം ഈ കുട്ടികൾ നിലകൊണ്ട് മതത്തിലായിരുന്നെങ്കിൽ നമുക്കറിയാം നിർബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവത്തിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുക, അന്ത്യപ്രവാചകനിൽ വിശ്വസിക്കുക. കാരണം മറ്റ് മതങ്ങളൊന്നും ഈ അന്ത്യപ്രവാചകനിൽ വിശ്വസിക്കുക എന്നതുകൊണ്ടാണ് അത് സ്പെസിഫിക്കായിട്ട് മെൻഷൻ ചെയ്യുന്നത്. മറ്റെല്ലാ പ്രവാചകന്മാരിലും എല്ലാ മതക്കാരും വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിലും എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. അതിലും ഒരു തർക്കമല്ല. അത് ഈ കുട്ടി വിശ്വസിക്കുന്നുണ്ട്. മാലാഖമാരിൽ വിശ്വസിക്കുക, ഈ മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുക. ഇത്തരം കാര്യങ്ങളിലൊക്കെയാണ് വിശ്വസിക്കാനാണ് പറയുന്നത്. പിന്നെ ചെയ്യേണ്ട കർമ്മങ്ങളോ 5 നേരത്തെ പ്രാർത്ഥനകൾ, നമസ്കാരങ്ങൾ, മെഡിറ്റേഷനുകൾ, അതൊക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ ഇൻ്റർമിറ്റൻ്റ് ഫാസ്റ്റിങ്, സക്കാത്ത് കൊടുക്കുക, കഴിവുള്ളവർ മാത്രം, ശാരീരികവും സാമ്പത്തിക കഴിവുള്ളവർ മാത്രം ഹജ്ജ് ചെയ്യുക. ഇതിലൊന്നും ഒരു അശാസ്ത്രീയപരമായിട്ടുള്ള കാര്യങ്ങളും അസ്വസ്ഥത ഉണ്ടാക്കുന്നതും കാണുന്നില്ല. പിന്നെ നിർബന്ധമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്. ഇങ്ങനെ തന്നെ ഡ്രസ്സ്, വേഷധാരണങ്ങൾ, ഇതൊന്നും ഒരു നിർബന്ധമായിട്ടുള്ള അതിൻ്റെ നടും തൂണുകളൊന്നല്ല. പക്ഷെ അതിൻ്റെ പേരിലാണ് ഇവിടെ തർക്കങ്ങളൊക്കെ നടക്കുന്നതും പുച്ഛിക്കപ്പെടുന്നതും പരിഹസിക്കപ്പെടുന്നതും. ഇതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് അസ്വസ്ഥതകൾ ആ പെൺകുട്ടിയുടെ മനസ്സിൽ അന്ന് നിറഞ്ഞിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? അല്ലാതെ അവൾ വിശ്വസിച്ച വിശ്വാസ സംഹിതയായിരിക്കില്ല അവളെ ഇതിന് പ്രേരിപ്പിച്ചത്. മനസ്സിലായില്ലേ? അതിങ്ങനെയാണെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കുക, ഇതേ വിശ്വാസത്തെ മുറുകെ പിടിച്ച ഇതേ പെൺകുട്ടികൾ, അതേ പ്രായത്തിൽ ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ നമ്മളെ അടുത്തൊക്കെ വരാറുണ്ടല്ലോ. അവരൊക്കെ എത്ര ഹാപ്പിയാണ്. എന്തിനുപരി പലപ്പോഴും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മൊത്തത്തിൽ ഇങ്ങനെ മൊത്തം മറച്ചുകൊണ്ട് വരുന്ന പെൺകുട്ടികളൊക്കെ എത്രയോ ഹാപ്പിയാണെന്നറിയോ? വളരെ ഹാപ്പിയാണ്. അവരെ വിശ്വാസപര ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാം. പണ്ട് സോക്രട്ടീസിൻ്റെ അടുത്തൊരാൾ പോയി
പൊതുവെ ഈ പെൺകുട്ടിക്ക് മാത്രം ഒരു മാറ്റം വന്നതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. പക്ഷെ പൊതുവേ ഈ മാറ്റം വരാറില്ല. പലപ്പോഴും മതവിശ്വാസം ഉൾക്കൊണ്ട് പിറകോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അതേ അസ്വസ്ഥതകളുമായിട്ട് തന്നെയാണ് അവരങ്ങോട്ട് പോകാറുള്ളത്. പണ്ട് സോക്രട്ടീസിൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ്, എനിക്ക് എൻ്റെ നാട്ടിൽ തീരെ സ്വസ്ഥത കിട്ടുന്നില്ല സോക്രട്ടീസെ, ഞാൻ അവിടെ വിട്ട് നിങ്ങളുടെ നാട്ടിലേക്ക് വരിക എന്നാണ്. അപ്പം അദ്ദേഹം ചോദിച്ചു, നീ ഇങ്ങോട്ട് വരികയാണോ? നിൻ്റെ അങ്ങനെയല്ല കേട്ടോ, നിങ്ങളുടെ സോക്രട്ടീസെ, ഞാൻ നിങ്ങളുടെ നാട്ടിലേക്ക് വരിക, എനിക്ക് സ്വസ്ഥതയോടൊന്ന് ജീവിക്കണം എന്നാണ്. അപ്പം ചോദിച്ചു, നിൻ്റെ പഴയ നാട്ടിൽ എങ്ങനെയാണ്? അവിടെ എപ്പോഴും അസ്വസ്ഥതമായിട്ടാണ് ഞാൻ ജീവിച്ചത്, അസ്വസ്ഥതയോടാണ് ജീവിച്ചത്. എന്നാൽ നീ ഇങ്ങോട്ട് വരണ്ട, എനിക്കിവിടെ വന്നാലും അതെന്നെ കിട്ടുക. പലപ്പോഴും ഒരു വിശ്വാസന്മാരെ മറ്റൊരു വിശ്വാസത്തിലേക്കൊക്കെ മാറുമ്പോഴും അസ്വസ്ഥതയായി ജീവിച്ച മനുഷ്യന്മാർ അസ്വസ്ഥതയുമായി തന്നെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുക. അസ്വസ്ഥതകളും സന്തോഷങ്ങളും എല്ലാം നമ്മുടെ ഉള്ളൊരു ഇൻറ്റേർണൽ ക്രിയേഷനാണ്. അത് നമ്മളെ സാഹചര്യങ്ങൾ അതിനൊരു പ്രേരണകൾ മാത്രമേ ആവുള്ളൂ. അത് നമ്മൾ അതുമായിട്ട് പോവേണ്ടതുണ്ട്. എനിക്ക് ഈ പെൺകുട്ടിയെ കണ്ടിട്ട് അവൾ ഒരു വിശ്വാസിയായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിലും വളരെ ഹാപ്പി ആയിട്ട് തന്നെ എനിക്ക് കാണാൻ പറ്റിയത്. അത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിൽ പറ്റിയ മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല, വളരെ ഹാപ്പി ആയിരുന്നു. എൻ്റെ അടുത്തൊക്കെ പലപ്പോഴായിട്ട് വന്നതാണ്. എനിക്കിപ്പോഴും മെഡിക്കൽ സർട്ടിഫിക്കറ്റൊക്കെ എഴുതിക്കാൻ വന്നത് വളരെ ഹാപ്പി ആയിരുന്നു ആ പെൺകുട്ടി. പിന്നീട് ആ ഹാപ്പിനെസ്സിൽ പല മീറ്റിങ്ങുകളിലൊക്കെ വന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്തോ ഒരു പ്ലസൻ്റ് ആയിട്ടാണ് ആ പെൺകുട്ടി വരിക എന്നറിയാം. വളരെ ഹാപ്പി ആയിരുന്നു. അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ കൂടെ വരുന്ന സാഹചര്യത്തിലൊക്കെ ഫുൾ ഹാപ്പി ആയിട്ടാണ് വരിക. അപ്പം ഞാൻ ആ ഹാപ്പിനെസ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഹാപ്പിനെസ് ഉള്ള കാലത്തിലെ വിശ്വാസം ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. എങ്കിലും അവരുടെ ട്രഡീഷണലി അതെന്നെ ഫോളോ ചെയ്യുന്നൊരു കാലഘട്ടത്തിൽ തന്നെയാണ് അങ്ങനെ വന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഹാപ്പിനെസ്, ആ പെൺകുട്ടിക്ക് എന്നും ഹാപ്പിനെസ് തന്നെ ഉണ്ട്, ഹാപ്പി ആയിരുന്നു അവൾ. പക്ഷേ അവരുടെ ഹാപ്പിനെസ്സിന് അവളുടെ ഉള്ളിൽ അവൾ ചിന്തിച്ചു കൂട്ടിയ ചില കാഴ്ചപ്പാടുകൾ, അവളിൽ ചിന്തിച്ചു കൂട്ടിയ കുറേ സങ്കല്പങ്ങൾ, അവൾ ചിന്തിച്ചു കൂട്ടിയ കുറേ ആശങ്കകൾ, ഈ പൊളിറ്റിക്കൽ സ്ട്രീമിൽ വരുന്ന പല വാർത്തകളും അവളിലുണ്ടാക്കിയ പുതിയ ധാരണകൾ, ഇതെല്ലാം കൂടി എന്താക്കി സ്വന്തം വിശ്വാസത്തോടും സ്വന്തം മതത്തോടും ഉണ്ടാക്കിയ ഒരാശങ്ക പിന്നീട് അവളെ ഹാപ്പിനെസ് കുറച്ചിട്ടുണ്ടാവാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, അതിൻ്റെ ഒരു ആവശ്യവുമില്ല. കാരണം നിങ്ങൾ ഹാപ്പി ആവുക എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെ പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് സമാധാനം കൈവരിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു മതത്തിൻ്റെ ഉന്നതികളെത്തും. അല്ലാണ്ട് ഇങ്ങനെ തർക്കിച്ചിരിക്കലോ അങ്ങോട്ടും ഇങ്ങോട്ടും വെടികുത്തി കൊല്ലാൻ പ്രേരിപ്പിക്കലോ ഒന്നല്ല മതം എന്ന് പറയുന്നത്. അതൊരു മിസ്റ്റേക്കാണ്. അതൊക്കെ പൊളിറ്റിക്കൽ സ്ട്രീമിൽ പല നാട്ടിലെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾ, അവിടുത്തെ ഓരോരോ സാഹചര്യത്തിനനുസരിച്ച് മനുഷ്യരിൽ വൈകാരികമായിട്ട് തന്നെ വിശ്വാസങ്ങൾ ഉപയോഗപ്പെടുത്തൽ ഇതിന്നൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഹാപ്പിനെസ്, നമ്മുടെ സമാധാനം നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ സ്വയം ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അത് നമ്മുടെ സാഹചര്യങ്ങളോ നമ്മുടെ പല ഇതുപോലുള്ള ആശങ്കകളോ ഒന്നും തന്നെ ഇതിന് കാരണമാകാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഹെൽത്തി ബൈ.